അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചേമ്പിൻ്റെ ഇല പൊരിച്ചതാണ്. അത് ഈ ചേമ്പിൻ്റെ ഇല ഫ്രൈ. അപ്പം ഫോണിൽ ഫുള്ള് ചേമ്പിൻ്റെ ഇലൻ്റെ ഈ ഒരു സംഭവം തന്നെയാണ്. ഞാൻ ചേച്ചി എന്നാൽ നമ്മളൊന്ന് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് നേരെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ ഇല ഒന്ന് പറിച്ചെടുക്കട്ടോ. അപ്പം നമുക്ക് നേരെ പോയി ഉണ്ടാക്കാം. ചേമ്പിൻ്റെ ഇല നമ്മുടെ കയ്യിൽ കിട്ടിക്കുന്നു. ആദ്യം നമുക്ക് ഇതിൻ്റെ തണ്ടുകളും ഇതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം കേട്ടോ. ഇല കീറാതെ എടുക്കണം. അതേപോലെ വക്കിലതിൻ്റെ ഒക്കെ നമുക്ക് എടുത്തെടുക്കട്ടോ. നമുക്ക് ഇന്നത്തേക്ക് കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. ഇനി ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുരുമുളക് എടുത്തിരിക്കണേ. പിന്നെ സാധാ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിരുന്നു. ഇതൊക്കെ കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞങ്ങൾക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈ മിക്സ് നമ്മൾ കുരുമുളകൊക്കെ ഇട്ടില്ലായിരുന്നോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് വെള്ളം ഒഴിച്ചെടുക്കാം. ഇതിൽ പ്രധാനപ്പെട്ടൊരു സാധനം കൂടി ഉണ്ട്, ഉപ്പിട്ടാൽ. അപ്പോൾ ഞങ്ങൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിരിക്കണം. കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിനൊരു മൊത്തം തേച്ചെടുക്കാം. അടുത്തത് അതിൻ്റെ മുകളിൽ വെച്ചെടുക്കട്ടെ. അടുത്ത ഇലയും കൂടി വെച്ച് കൊടുത്തിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു മസാല തമ്മിൽ തേച്ച് പിടിപ്പിക്കണം. ഇത് മടക്കി കൊടുക്കണം കേട്ടോ. ആദ്യം രണ്ട് സൈഡ് ഇതേപോലെ മടക്കിയതിന് ശേഷം പിന്നെ ഇത് റോൾ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുന്നേ അതിൻ്റെ ഈ നടുവിലൊക്കെ ഇത്തിരിയും കൂടി ഈ മിക്സ് തേച്ച് കൊടുക്കണം. അപ്പോൾ അത് ഫുള്ള് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കതൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി എന്നാ ഈ ഇലേൻ്റെ ഇങ്ങനെ ഒരു ഇതായിട്ടുള്ള റാ പോലുള്ള ഭാഗം നമുക്ക് ഉള്ളിലേക്ക് മടക്കി ശേഷം ഇങ്ങനെ നമ്മൾ റോൾ ചെയ്തെടുത്തിക്കണം. ഇതാ ഫുള്ള് റോൾ ചെയ്ത് കൊടുത്തിക്കണം. ഇനി നമുക്കിതൊന്ന് പൊയിഞ്ഞെടുക്കണം. ഇതൊന്ന് ആവിയിൽ പൊയിഞ്ഞെടുക്കട്ടെ. വെള്ളം ചൂടാക്കണം. ഇത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിക്കണേ. മൂടി വെച്ചെടുത്തിക്കണം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇനി നമ്മളിത് തുറക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല റെഡിയായി വന്നിക്കണം. പിന്നെ ആവി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇതിന്ന് നമുക്ക് എടുക്കണം. അതേപോലെ എടുത്ത് മാറ്റാം. നമുക്ക് ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം. നമ്മളിത് ചൂടാറിൻ്റെ ശേഷം ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇങ്ങനെ റൗണ്ടിലാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള മസാലയൊക്കെ ഒരു പകുതി വേവിലയക്കണം. നമ്മൾ പൊരിക്കുമ്പം നല്ല പോലെ ആവും. ഇലയൊക്കെ ഒന്ന് ഇങ്ങനെ വാടി വന്നിക്കണം കേട്ടോ. ഇതിങ്ങനെ വട്ടത്തിലാക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കണം. ഫ്രൈ പാൻ വെച്ച് കൊടുത്തിക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിക്കണേ. ഈ ഓയിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്കൊന്ന് പൊരിച്ചെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അപ്പുറം ഇങ്ങനെ പൊരിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ഒന്ന് കോഴി എടുത്ത് പാത്രത്തേക്ക് മാറ്റണ്ടേ. സ്ട്രിപ്പ് ഇടണം കേട്ടോ. അപ്പം ഇത് പൊരിച്ചെടുത്തിട്ട് ഞാൻ സോസിലൊക്കെ നിൽക്കുന്നു. നല്ല സൂപ്പറാണ്. പ്രതീക്ഷിച്ചതിലും നല്ല അടിപൊളിയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.